ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കണ്ണ് കാണാൻ കണ്ണടിച്ച് പോകും, വെയിലടിച്ചിട്ട് വന്നു. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെന്താ പരിപാടി പറയുന്നത്, നമ്മൾ ഹോളി പഠിക്കാൻ അതെ ഗൈസ്, നമ്മളിന്ന് ഹോളി ആയിട്ട് കുറച്ച് ദിവസം 10 ദിവസമായിട്ടുണ്ടെങ്കിൽ 10-11 ദിവസമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നാണ് ഹോളി പഠിക്ക് പോകാൻ പോകുന്നത്. വേറെ എവിടെയാണ് പോകാൻ പോകുന്നത്? നമ്മുടെ ഫോറമാലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴുത്തേക്കുന്ന മാല ഉരുവച്ച് കൈകിടുന്നതൊക്കെ ഉരുവച്ച് ഇതെല്ലാം ഉരുവച്ചിട്ട് പോകാനുണ്ട്. ബിക്കോസ് അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഏത് പരുവത്തിൽ കിട്ടുന്നത് ദൈവം തമ്പുരാനും പറയാൻ പറ്റത്തില്ല. അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞാൽ സെയ്ദുണ്ട്, മുർഷിയുണ്ട്, ഹിബയുണ്ട്, അഫ്സലുണ്ട്, പിന്നെ ഹിബയുടെ ഫ്രണ്ടുണ്ട്, പിന്നെ അഫ്സലിക്കയുടെ അനിയനും അവരുടെ ഗ്യാങ്ങും ഉണ്ട്, പിന്നെ നമ്മുടെ അഖിലേശ്വരനും ഉണ്ട്. അങ്ങനെ ഒരു പാട തന്നെ വെച്ചിട്ടൊരു പാട തന്നെയുണ്ട്. ആ പാട മൊത്തം കൂടിയാണ് പോകാൻ പോകുന്നത്. എന്ത് പരിപാടി ഇങ്ങനെയാണെന്ന് അറിയാൻ പറയാം. ഞാൻ എന്തായാലും പോയി ഈ ഔട്ട്ഫിറ്റ് ഇട്ടുണ്ട് പോയി ശരിയാതെ ഞാൻ പോയി ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കിയിട്ടൊക്കെ വരാം. ഓക്കെ പൈസ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കഴുത്തി കിടന്ന് മൊത്തം ഇറക്കി, കയ്യെ കിടന്നതൊക്കെ എടുത്ത് മാറ്റി, ഫുള്ള് മാറ്റി, എല്ലാം മാറ്റി. ഇവന് ചാരിത്രം ഞാൻ ബ്ലോഗ് ചെയ്ത് ഇന്നത്തെ ബ്ലോഗിനകത്തുണ്ടോ നിന്റെ ചാരിത്രം? ഓക്കെ, എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ 4 പേരുണ്ട്. പിന്നെ അഫ്സിൻ ടീമും അങ്ങോട്ട് വരും, ഗോകുലേട്ടനും അങ്ങോട്ട് വരും, ഹിബയും ഷെഫിയും കൂടെ ഇവിടെ റോഡെ വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെക്കായിട്ട് പോയി അവരുടെ കാറിൽ വേണം അങ്ങോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഏത് കോലത്തിൽ വരുമെന്ന് എനിക്കറിയാൻ മേല. അഫ്സിക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നൊക്കെ പറയണ്ടാ. അഫ്സിൻ്റെ ടിക്കറ്റ് കാണാനില്ലെന്ന് ബുക്ക് മൈസൂർക്കകത്ത്. പക്ഷെ അഫ്സി പറഞ്ഞത് 4 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. അഫ്സി ഫോട്ടോ വെച്ചില്ലേ? 6 മണിക്ക് പ്രതീക്ഷ വരും. പക്ഷെ അഫ്സിയുടെ ടിക്കറ്റ് ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്താണെന്നറിയാൻ മേല നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, തിരിച്ച് ഈ കോലത്തിൽ വന്നാൽ അറിയാം. അതൊന്നുമല്ല, ഇവിടെ രണ്ടെണ്ണം ജീൻസായിട്ടിരിക്കണത്. ഈ ജീൻസിന് യൂസ് ചെയ്യുന്നുണ്ടോ ഇത്? പിന്നെ ഞാൻ കഴുകിയെടുക്കണേ തീർന്നു കഴിഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയി കുഴപ്പമില്ല, വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ. പിന്നെ കുഴപ്പമില്ല, സെറ്റായിരിക്കും. പച്ച ഷൂ പിന്നെ കുഴപ്പമില്ല. ഇത് നോക്കടാ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട അതേ ഷൂ തന്നെ ഞാൻ ഇപ്രാവശ്യം ഇട്ട്. അത് കളയാൻ പറ്റിരിക്കുന്ന ഷൂ ആണ്. വൈറ്റ് ഷൂ ആയിരുന്നു, നൈസല്ലേ? പിന്നെ അതാണ് നമ്മൾ കളയണം, അതങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം. പിന്നെ അത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഗൈസ്, ഈ ബ്ലോഗ് മൈക്കില്ലാത്തൊരു ബ്ലോഗായിരിക്കും. ബിക്കോസ് മൈക്കും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പരിപാടി നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ആൾറെഡി ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് കവർ വരെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെറ്റായിട്ടാണ് പോകുന്നത്. നേരെ റോഡിൽ നിന്ന് ഷെഫീലെ വണ്ടിയുണ്ട്, അവൻ്റെ വണ്ടിക്ക് തീർന്നു പോകാനുണ്ട്. നമ്മളങ്ങനെ ഫോറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടെ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടീമിനെ കാണില്ല. ഉമ്മ 2 പേരും ഓക്കെ, അഖിലേശ്വരനും ഓക്കെ. അഫ്സി എവിടെയാണോ എന്തോ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ തെണ്ടി 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ പോസ്റ്റിൻ്റെ അങ്ങേരത്തെ പോസ്റ്റാണ് അങ്ങേരി കഴിഞ്ഞിറങ്ങുമ്പോൾ എത്തിയിരിക്കുന്നത്. വിൽക്കാനും കഴിഞ്ഞിറങ്ങുമ്പോൾ എത്തത്തുള്ളൂ. നമ്മളെന്താ ചെന്ന് നോക്കട്ടെ, എല്ലാവരും വൈറ്റിട്ട് സെറ്റായിരിക്കല്ല. റൂഫ് ടോപ്പിലാണ് പരിപാടി നടക്കുന്നത്. ഈ ടിക്കറ്റിൻ്റെ കാര്യം എങ്ങനെ അറിയാൻ പറ്റില്ല ഈശ്വര. ഏത് പരുവത്തി എങ്ങനെയൊക്കെ സെറ്റാക്കുന്ന കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. ഈ എൻ്റെ 6 ടിക്കറ്റ് ഉണ്ട്. അതിനകത്ത് ഞാനുണ്ട്, ഹെബയുണ്ട്, അഫ്സലുണ്ട്, മുർഷിയുണ്ട്, സെയ്ദുണ്ട്, പിന്നെ ഹെബയുടെ കൂട്ടുകാരുണ്ട്. നമ്മൾ 6 പേരാണ് ടിക്കറ്റ് പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് 6 അങ്ങനെ. ബാക്കി ഇനി എങ്ങനെയൊക്കെ എന്താണോ എന്തോ ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ അഫ്സലിന് വരാൻ ഗോകുൽ കയറുമായിരിക്കും എൻ്റെ കൂടത്തിൽ. അവിടെ അപ്പുറത്ത് വാക്കി നേരെ നോക്കിയോ വണ്ടിയിലൊക്കെ വരുമ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക. ഇത് മൊത്തത്തിൽ കൺഫ്യൂഷനാണല്ലോ. എന്തായാലും ചെന്ന് നോക്കട്ടെ, ഹെബേനപ്പോൾ തൂക്കട്ടെ ആദ്യമേ. ഒരു സംഭവം ഉണ്ട്. എടി, അഫ്സിക്കാക്ക എപ്പോഴായിരുന്നു പറഞ്ഞാൽ? ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ വരുമെന്നല്ലേ? നിനക്ക് സംഭവം അഫ്സിക്കാക്ക സ്വന്തമായിട്ട് ബാങ്ക് വിളിച്ച് സ്വന്തമായിട്ട് നോമ്പ് തുറന്നു. കഴിഞ്ഞ ദിവസം മനോരമയില് സ്വന്തമായിട്ട് ബാങ്ക് വിളിച്ച് സ്വന്തമായിട്ട് സ്വന്തമായിട്ടേ അവിടെ വിശന്നപ്പത്തേക്ക് അപ്പുറത്തെ ജനലിന്റെ പറയും പറഞ്ഞു ബാങ്ക് വിളിച്ചത്. അതായത് ഒരു 5 മിനിറ്റ് മുമ്പേ. അതാണ് സംഭവം. അഫ്സിയുടെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ. അഫ്സിയുടെ കൊടുത്തൊരു പടം തന്നെയുണ്ട്. പക്ഷെ നല്ല കളക്ഷനുണ്ട്. ചേച്ചി ഹറാമായ പാതയിലൂടെ സഞ്ചരിക്കൂല. എനിക്ക് ആകെ ആരെങ്കിലും നല്ല ആൾക്കാരെ മതി. അതൊന്നും വേണ്ട കേട്ടോ, അവരൊന്നും വേണ്ട കേട്ടോ. എനിക്ക് പോയി ഒരു വൈറ്റ് അവന്മാര് വരട്ടെ. എല്ലാവർക്കും വൈറ്റ് എടുക്കാറുണ്ട്. ചെരുപ്പാ അതല്ലേ അവിടെ ജീൻസിട്ട് വന്നിക്ക് ബൂട്ട്സ് ഒക്കെ ഇട്ടോണ്ട് വന്നു. പിന്നെ ഫോക്കസ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കിലൊക്കെ നല്ല ഫോക്കസിങ് വരുന്നുണ്ട്. അത് അപ്പുറത്ത് നല്ല അർമാനി എക്സ്ചേഞ്ചിന്റെ നല്ലൊരു വാച്ച് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് ഫോക്കസ് ആയതാ. അർമാനി മുടി നോക്ക്, എനിക്കും ചെയ്യണം.
ചൊറിച്ചിലുണ്ടല്ലോ ചൊറിച്ചില്. സെറ്റല്ലേ? ഒരു പെൺകുട്ടി മുടി ഇങ്ങനെ കയറ് പോലെ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ച് നിൽക്കണ്ടേ. അപ്പൊ അവള് പറഞ്ഞു എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം ഞാൻ പെൺകൊച്ചിനൊക്കെ പോയി അവരുടെ നമ്പരും വാങ്ങി സെറ്റാക്കി. അല്ലടാ, ഒരു ആഗ്രഹം പറഞ്ഞ് സഹായിച്ചു കൊടുക്കണ്ടേ? നിനക്കെന്ത് വയ്യേ? നിനക്ക് സെറ്റാക്കണെങ്കിൽ നീ സെറ്റാക്ക്. എന്നെ കഴിവാക്കിയിട്ട് ഇവന്റെ ഷെയർ ചെയ്യുന്ന പകുതി എനിക്ക് പഠിക്കണം. എന്നെ വിട്ടിട്ട് ഇവൻ ജീവിക്കുന്നത്. വേണ്ട. അതെന്താ? ശരി, ഞാനാ ഞാൻ ചെയ്താ വേറെ വല്ല അല്ല, നീ സലൂണിൽ കൊണ്ട് ചെയ്തിട്ട് പൈസ നീ കൊടുക്കാൻ. എന്നെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന എന്നിട്ട് നീ എടുക്കടാ. നിനക്ക് ചെയ്യാം അതുപോലെ. നിന്റെ വക ഞാൻ ചെയ്തു തരും. ഉറപ്പാണ്? ഉറപ്പന്നെ. ചെയ്യൂല. ഒരു മാസം വെച്ച് നടക്കണം. 1 മാസം 2 മാസം. ഓക്കെ, 2 മാസം. ഓക്കെ, സെറ്റ്. അപ്പൊ 2 മാസം വെച്ച് നടക്കുന്നല്ലേ നീ പറയണ? 2 മാസം ഡീലാണല്ലേ? ഡീൽ തന്നെ. എന്റെ വക. അത് ഞാൻ ചെയ്തു തരും. നീ ചെയ്യണ്ട. ഞാൻ ചെയ്തു തരും നിനക്ക്. ഞാൻ പൈസ കൊടുക്കും. നീ ചെയ്യുമെന്ന് പറഞ്ഞാൽ നീ എന്റെ ഈ പൂര മടിയിൽ എന്ത് ചെയ്യാനാണ്? എന്റെ മുടി ചെയ്തതാ. ഞാൻ കരുതി നീ ആയിട്ട് എന്റെ മുടി പിന്നി തരുന്നു. അതിനെക്കാൾ നല്ല ചെയ്തു തന്നിരിക്കും. ഉറപ്പാണ്. മതി. ഇത് ഇങ്ങനെ വെക്കുന്നതിന്റെ പിന്നെ അണ്ണക്ക് മൂക്കിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കാം. അല്ല പിന്നെ നിന്നോടൊക്കെ മേക്കപ്പ് ഇട്ട് വരാൻ പറയുന്നത് സമയത്ത് കാലത്ത് വന്നോളൂ. നിനക്ക് മോനോ? ഓക്കെ, എല്ലാം പൂരിപ്പിച്ചെടുത്തു. നല്ല തിരക്കുണ്ട്. ഇത് എന്താണെന്ന് അറിയാമല്ലേ, നമ്മള് വെയിറ്റ് ചെയ്ത് മനുഷ്യന് ഉപ്പടലാണ്. ആരാ? ഒന്ന് മാറിക്ക്. ഇത് ആരാ? ഇത് കടവാട് കൃത്യനിഷ്ഠയുടെ 4 മണിക്ക് ഇവിടെ എത്തുന്ന പറഞ്ഞ അഫ്സൽ എവിടെ? അതറിയാലോ. വാ, നമുക്ക് പോവാം. വാ, അവ സ്വന്തമായിട്ട് വാങ്ങി വിളിക്കാൻ പോയിക്കോ. അമ്മേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചാതി പോസ്റ്റ്. അഫ്സീനെ പോസ്റ്റ് മാറുന്ന കൊടുത്തിരിക്കുകയാണ് നമ്മള്. ആരാണ്? ശിക്കാരി ശമ്പുവാ പോണ കാരണം. ശിക്കാരി ശമ്പു എല്ലാം കളയാൻ വെച്ചേക്കുന്ന സാധനം. ഓ, അത് നിന്നടക്കം മൊത്തത്തിൽ കളയാണ്. ഇവിടെ മറ്റേ ലിഫ്റ്റ് കാത്തുനിന്നിട്ട് അത് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അവസാനം നമ്മൾ നടന്നു പോകാന്ന് വിചാരിച്ചു. എല്ലാം ശിക്കാരി ശമ്പുവിന്റെ ഐശ്വര്യം. അവിടെ ഓൾറെഡി പരിപാടി തുടങ്ങി. അവിടെ ചെന്ന് കളർ കിട്ടിയെങ്കിൽ പോസ്റ്റ് ആക്കി അഫ്സലിനെ ആദ്യം പിടിക്കുക. നമ്മള് കൃത്യം 4:30 കൂടെ എത്തിയതാണ്. എന്റെ പൊന്നു, എന്തൊരു അവസ്ഥയാണെന്ത്. അയ്യോ, എപ്പോഴെങ്കിലൊക്കെ അറിയില്ല. അത് ഫോട്ടോഷൂട്ടാണ്. അത് ഇതുവേ നമ്മള് അങ്ങനെ നമ്മൾ ട്രൈപ്പോഡ് ഷൂട്ട് ചെയ്തില്ല. ഫോറം മാളിലൂടെ പല പല വഴികളിലൂടെ ഫോറം മാളിലെ പല പല വഴികളിലൂടെ തെന്നിത്തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, അവിടെ പരിപാടികൾ സ്റ്റാർട്ടായിട്ട് തോന്നുന്നു. അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് പരിപാടി എങ്ങനെ എടുക്കാൻ പറ്റുന്നത് എനിക്ക് ആദ്യം. മൊത്തം കോപ്പിറൈറ്റുള്ള സോങ്സ് ആയിരിക്കും. സോങ് എടുക്കാൻ പറ്റുന്നത് എനിക്ക് ആദ്യം ഐഡിയയില്ല. അമ്മേ, ഫോൺ ഇപ്പൊ സേഫ് ആക്കണ്ട. റെയിൻ ഡാൻസിലേക്ക് പോകുന്നത് ഫോൺ സേഫ് ആക്കിയത്. അമ്മേ, ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോ അണയ്ക്കൂലാണ്. വാടോ ശിക്കാരി ശമ്പു. ഇത് കയറ ടോപ്പാണ്. അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അയ്യോ അയ്യേ, എത്തൂല വേണി, എത്തൂല ഇത് വേണി എത്തൂല. അയ്യോ അയ്യോ, ഇത് സ്റ്റെപ്പ് കയറുന്നുള്ള ആരുടെ ഐഡിയ ആയിരുന്നെന്തോ. അയ്യോ, കേറല്ലടാ സെക്യൂരിറ്റി മാമ. നോ, വി ആർ ഫുൾ ഓഫ് എനർജി. ഫുൾ ഒന്നും നോക്കല്ല, നമ്മൾ ഓടിച്ചാൽ ഇത് അത്രയുള്ളു. എൻട്രി എവിടാ? നമുക്ക് കിട്ടിയ അത്തരം പേര് ക്യൂ നാട്ടിൽ നമ്മൾ വേറൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കഴിച്ചു തരാം. ഇത് കുറെ നേരമായിട്ട് ഇതേ അവസ്ഥ. എപ്പോഴാണെങ്കിലും എല്ലാണെങ്കിലും എപ്പോ നിർത്തിക്കളയും. ഹേ ഗൈസ്, നമ്മൾ പരിപാടി തീരാനില്ല. അതുക്ക് മുമ്പ് ഇറങ്ങി. വേറൊന്നുമില്ല, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അത് കാരണം നൈസായിട്ട് ഇറങ്ങി. ഇവിടെ ഹെബെ അവരെ കൂടെ നിൽപ്പണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ നമ്മൾ തപ്പിക്കണ്ടുപിടിക്കുന്നത്. എല്ലാവരും നോക്കുന്നത് മറ്റൊരു കോമഡി. തണുത്ത് കുറച്ച് ഐസാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രം ഇത്ര നനഞ്ഞു കുതിർന്ന് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാവരും നനഞ്ഞിട്ടൊന്നും ഇല്ല, ഒട്ടും തണുപ്പില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെ പുറത്തിറങ്ങിയിട്ട് വാക്കുകളൊന്നും കിട്ടില്ല, അതാണ് മറ്റൊരു വിഷയം. സംസാരിക്കാണ്ടേ പല്ല് തമ്മിൽ കൂട്ടിടിച്ചിട്ട് ഒരു രക്ഷയില്ല. വെള്ളത്തിൽ കളിച്ചപ്പോൾ ഓർത്തില്ല ഇത്ര ഇതുണ്ടാവുന്നല്ലേ ഇറങ്ങി കഴിയുമ്പോൾ അല്ലേ. അപ്സിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം എനിക്കറിയാം വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. അത് കാരണം ഞാൻ പിന്നെ പതിയെ ഇറങ്ങിച്ച്. അപ്പം ഹിബ അവന്മാരൊക്കെ സഹിതൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പം ഹിബ പറഞ്ഞ് റമീസിൽ പോയി കഴിക്കാമെന്ന്. എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, നോക്കിയിട്ട് എവിടെയെങ്കിലും പോയി കഴിക്കണം, എന്തേലും കഴിക്കണം, തണുപ്പില്ലാത്തത് വരുന്ന കഴിക്കണം. അതാണ് ഏറ്റവും വലിയത്. ഇനി ഫുഡ് കിട്ടുമെന്ന് അറിയാൻ കേട്ടോ, അതൊരു പ്രശ്നമാണ്. ഈ പറയുന്ന ഹോട്ടലിലൊക്കെ ഉണ്ടോ, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും അറിയത്തില്ല. ഞാനൊന്ന് ഉച്ചയ്ക്ക് വനിതാ ഹോട്ടലിൽ നമ്മുടെ പനമ്പള്ളിയില്ലേ സ്ഥിരം മൂന്ന് കട, അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഇല്ല, കട ക്ലോസിനാണ്. മിക്കടുത്ത് ഇപ്പോൾ രാത്രി ഒന്നും ഓവർനൈറ്റ് ചായയൊന്നും ഇല്ല. മിക്കടുത്ത് എല്ലാം ക്ലോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു എന്ത് അവസ്ഥയാണ്, എന്താ വീട്ടിൽ പോകാതെ രക്ഷയില്ല. ഇവിടെ നിന്നാ പട്ടണമെന്ന് ഞാത്തേ ഇതുവരെ പരിപാടി അവിടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ മുർഷിയെ? ലാസ്റ്റ് ക്ലൈമാക്സ് ആണ്. സോ നമ്മൾ റമീസിൽ ഈ മധുപൂത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണേ. അയ്യോ ഇവിടെ എ സി, ഇവിടെ എ സി. രണ്ടും കൂടി എന്താ നീ അതിനെ വളക്കാൻ നോക്കണ്ടേ? കൊള്ളാളേ കൊള്ളാ. ഞാൻ അഖിലേഷ് ചേട്ടന് പോകണമായിരുന്നു. അഖിലേഷ് ചേട്ടന് കുളിക്കേണ്ട ഒരു രക്ഷയിലാണ് പോകുന്ന പറഞ്ഞ കാരണം ഞാൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന്. അയ്യോ അവിടെ മഴയത്ത് കുളിച്ച് അവിടെ വെള്ളത്തിലേക്ക് പോയി നിന്ന് കാരണം വലുതായിട്ട് ഫേസിനൊന്നും വലുതായിട്ടില്ല. അത് കാരണം സീനൊന്നുമില്ല. കൊള്ളാം, നല്ല എല്ലാം ഉണ്ട്. നമ്മൾ മധുഹൂത് ഓർഡർ ചെയ്തിട്ടുണ്ട്. മധുഹൂത് വരട്ടെ, മധുഹൂത് കഴിച്ചിട്ട് ഞാൻ വരാം. ഗൈസ് ചിക്കൻ മധുഹൂത് വന്നിട്ടുണ്ട്. 2 ടൈപ്പ് മയോണൈസ് ഉണ്ട്, കഴിച്ചിട്ടില്ല. ഓക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക്. അയ്യോ വൈകുന്നേരം കൊടുക്കത്ത വയ്യ. കുറെ നാളുകൊണ്ട് ശരീരം കണ്ട് ഇറങ്ങിയപ്പോഴേക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പടം പപ്പടമായിട്ടുണ്ട്. ഇനി തലയൊക്കെ മുടിയൊക്കെ ഒരുമാതിരിക്കണം, അതെല്ലാം തേച്ചരച്ച് കഴുകി കളയണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ ഞാൻ വീട്ടിലോട്ട് പോയാണെന്ന് ആലോചിക്കുന്നുണ്ട്. ഇന്നിനിപ്പോൾ ഈ പോകലെത്തി എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എങ്ങനെ കിടന്നാലെന്ന സിറ്റുവേഷൻ ആണ്. സോ അത്രയൊക്കെ എന്താ കുഞ്ഞു വീഡിയോ. നമ്മുടെ ചെറിയ ഹോളി സെലിബ്രേഷൻ പരിപാടിയൊക്കെ ഇരുന്ന് എനിക്ക് ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായിരിക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കും വരയ്ക്കും. വണക്കം.